ശീതയുദ്ധകാലത്ത് യൂറോപ്പിനെ സോവിയറ്റ് ചേരിയും പാശ്ചാത്യ ലോകവുമായി വിഭജിച്ചു നിർത്തിയിരുന്ന ഇരുമ്പുമറകൾ ഇന്ന് അപ്രത്യക്ഷമായെങ്കിലും ആ വേദനയുടെ ഓർമ്മകൾ പേർന്ന സ്മാരകങ്ങൾ യൂറോപ്പിൽ പലയിടത്തും കാണാം. അത്തരത്തിലൊന്നാണ് സ്ലോവാക്യ ഓസ്ട്രിയ അതിർത്തിയിലെ ഗേറ്റ് ഓഫ് ഫ്രീഡം മെമ്മോറിയൽ. ഡാന്യൂബ് നദിയുടെ മറുകരയിൽ ഓസ്ട്രിയയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരുടെ വേദനകൾ നിറഞ്ഞയിടം. രാഷ്ട്രപതിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി സ്ലോവാക്യയിലെത്തിയ ദൂരദർശൻ ന്യൂസ് സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ലോവാക്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഡെവിൻസ് കാസലിന്റെ താഴ്വാരത്താണ് നമ്മളിപ്പോൾ. ഡാനൂബ് നദിയുടെയും മൊറാവ നദിയുടെയും സംഗമ സ്ഥാനമായി ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് ഓസ്ട്രിയയാണ്. പണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് ചേരിയെന്നും പാശ്ചാത്യ ലോകമെന്നും രീതിയിൽ യൂറോപ്പ് നെടുങ്കനെ വിഭജിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന ഒരു സ്ഥലം. ലാണ് ആ ജീവത്യാഗങ്ങളെ സ്മരിക്കാനായി ഈ സ്മാരകം തയ്യാറാക്കിയത്. ഇരുമ്പുമറകൾ മറികടന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ചെക്കോസ്ലോവാക്യയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ബുള്ളറ്റുകൾ ജീവനെടുത്ത 400-ലേറെ ആളുകളുടെ പേരുകൾ സ്മാരകത്തിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ജീവനെടുത്ത ബോർഡർ ഗാർഡുകളുടെ വെടിയുണ്ടകൾ ഈ സ്വാതന്ത്ര്യ കവാടത്തിൽ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ അശ്രാന്ത പരിശ്രമങ്ങൾക്ക് മുന്നിൽ തകർന്നുപോയ മുള്ളുവേലികളുടെ പ്രതീകവും ഇവിടെ നമ്മളോട് സംവദിക്കുന്നു. വീണ്ടും യുദ്ധത്തിന്റെ അന്തരീക്ഷം യൂറോപ്പിന്റെ വൻകരയെ അശാന്തമാക്കുമ്പോൾ ഇത്തരമിടങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്. സ്ലോവാക്യയുടെ ചരിത്രത്തിലെ വേദനയുടെ നിമിഷങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ സ്മാരകം എല്ലാ സന്ദർശന ചുരുക്കപ്പട്ടികയിലും ഇടം പിടിച്ച ഒന്നാണ്. സ്ലോവാക്യയിലേക്കുള്ള ദ്വിദിന സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ സ്മാരകം സന്ദർശിക്കും. ഇവിടെ അന്ന് ജീവൻ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ പോരാളികളുടെ ഓർമ്മയ്ക്കായി പുഷ്പചക്രങ്ങളും അർപ്പിക്കുക. സ്ലോവാക്യയിൽ നിന്നും ക്യാമറമാൻ പ്രമോദ് നെഗിക്കൊപ്പം അജയ് ജോയ്.